വേദിയിലുള്ള കുറെ പേര് പറയാണ് നമ്മൾ ഡിസേർവ് ആണ്. ജഡ്ജസ് എന്താ ഓടിയത്, ഇങ്ങനെ ഒളിച്ചോടിയത് എന്തിനാണ്? ബോൾഡായിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്ര നന്നായി പെർഫോം ചെയ്തത്. നമസ്കാരം. നാടൻപാട്ട് മത്സര റിസൾട്ട് വന്നു കഴിഞ്ഞ് ഒരുപാട് പേര് പരാതിയുമായിട്ട് മുന്നോട്ട് നിൽക്കുന്നു. ആറ്റിങ്ങൽ റവന്യൂ ജില്ലാ കലോത്സവമാണ്. നമ്മുടെ കുട്ടികളെ കൂടെ ഉണ്ട്. എന്താ വിഷയം എന്താ പറയുക? പൈസ ഉണ്ടെങ്കിൽ വിജയിക്കാം. ഇവിടെ നിങ്ങൾ ഏത് സ്കൂളാ? പട്ടം ഗേൾസ്. ഇവിടെ എഫേർട്ട് കഴിവിന് വാല്യൂ ഇല്ല. ഇവിടെ വാല്യൂ ഡിസേർവ് ചെയ്യാത്തവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. സ്കൂളിൽ പൈസ കൊടുത്ത് അവർക്ക് അവരുടെ ജഡ്ജ്മെന്റ് വാങ്ങിക്കാം, അവര് ഫസ്റ്റ് എന്ന് അവർക്ക് ഉറപ്പിക്കാം. ഞങ്ങൾ ഒരു റിമാർക്ക് പറഞ്ഞാ ഫസ്റ്റ് കിട്ടിയ എന്തെന്ന് പറഞ്ഞാ, സെക്കൻഡ് എന്ത് പറയാത്തത്, എന്തിനു ഒളിച്ചോടിയത്, നമ്മുടെ കുറവ് എന്തെന്ന് പറഞ്ഞാ, അവർക്ക് എന്ത് കൊണ്ട് കിട്ടിയെന്നെങ്കിലും പറഞ്ഞാ. ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ അതിൽ ഒരു ജഡ്ജ് പോലും ഒരു പാട്ട് പാടാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അല്ല, ജഡ്ജസിന്റെ കഴിവില്ലായ്മയോ അല്ലെങ്കിൽ അവര് ജഡ്ജ് നാടൻപാട് ജഡ്ജിമാരല്ല, വേറെ പല ജഡ്ജിമാരെയാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഒരു ബുദ്ധി ഇല്ലാതെ അവര് എഴുതിരുന്നില്ല. എന്ത് പാടാതെ ഓടിയത് അവര്. ഇവിടെ ഏറ്റവും നല്ല ഡിഫറെന്റ് ആയിട്ട് ഞങ്ങൾ ഇതുവരെയായിട്ട് കലോത്സവ വേദിയിൽ വരാത്ത ഒരു സാധനമാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത്. എന്നിട്ട് എത്രയോ കാലം പഴക്കമുള്ള ഞങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾ എതിരാളിയെന്ന് പോലും കണക്കാക്കാത്ത ഒരു ടീമിനാണ് അവർ ഫസ്റ്റ് കൊടുത്തത്. പക്ഷെ ഞങ്ങളുടെ ഈ ഐറ്റം ഇതുവരെയായിട്ട് കലോത്സവ വേദിയിൽ വന്നിട്ടില്ല. ഞങ്ങളാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. കാര്യമൊന്നുമില്ല. ഇത് ഈ പറഞ്ഞ കണക്ക് പിന്നെ ഈ സ്കൂളിന് തന്നെയാണ് കൊടുക്കണം എന്നുള്ളത് വളരെ നേരത്തെ തന്നെ എല്ലാവരും അറിഞ്ഞു. ഈ സ്കൂളിനാണ് HS-ലും കൊടുത്തത്. ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വളരെ ഇതുവരെ കേട്ട് പരിചയിക്കാത്ത സാധനം. അതെ, പഴയ ഒരു പാട്ടാണ് ആ പിള്ളേർ പാടി മനസ്സിലാക്കാൻ. അതായത് ഒരു യോഗ്യതയില്ലാത്ത ജഡ്ജസ്മാരാണ് ഇരുന്നത്. കാരണം അവർ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ആ ടീമിന് കൊടുത്തതെന്നും എന്തുകൊണ്ടാണ് സെക്കൻഡ് ഇവർക്ക് വേറെ ഏത് ടീമിന് കൊടുത്തതെന്നുള്ള ആ ഒരു കമൻറ്റ് പോലും പറഞ്ഞിട്ടില്ല. എന്താണ് ഇതിൻ്റെ കുറവ്, എന്താണ് അപ്പം കുറവുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു പെർഫോമൻസിൽ കുട്ടികൾക്ക് മാറ്റി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കമൻറ്റും പറഞ്ഞില്ല. ഒരു സ്കൂളിൻ്റെ പേര് ഒരു പിന്നെ 227 നമ്പർ മാത്രം പറഞ്ഞു. അവർ നേരെ കയറി സ്റ്റേജിനകത്ത് ഓടി. കാരണം അവർക്കെല്ലാം അറിയാം. അവിടുത്തെ കുട്ടികൾ പറഞ്ഞു സാർ ഒരു നാടൻ പാട്ട് പാടാൻ പറഞ്ഞു. സാറ് അതുപോലെ അറിഞ്ഞുകൂടാത്ത ഒരാളിനെയാണ് ജഡ്ജസായിട്ട് ഇരുത്തി ഈ ഇവിടെ കുട്ടികൾ ഇത്രയും ഈ +2 പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന കേട്ട് പരിചയിക്കാത്ത നാടൻ പാട്ട് പാടിയത് ജഡ്ജസിന് മനസ്സിലായില്ല. മനസ്സിലായതല്ല, ഇവിടെ കലോത്സവത്തിന് കഴിവല്ല ആവശ്യം, പൈസയാണ് ഇവർക്ക് വേണ്ടത്. പൈസ ഉണ്ടെങ്കിൽ ജയിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കഴിവുണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കണം ഇവിടെ സൈഡിൽ തോറ്റോണ്ട്. ഏതായാലും എല്ലാവർക്കും പരാതി നമുക്ക് നോക്കാം എന്താണ് സംഭവം.